വളരെയേറെ തെറ്റിദ്ധാരണകൾക്ക് വിധേയമായ ഒരു വിഷയമാണ് മന്ത്രവും ഉറുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിന്ന് മറ്റുള്ളവരുടെ വഴികളിലേക്ക് മനുഷ്യൻ വ്യതിചലിച്ചു പോകുവാൻ വളരെയേറെ കാരണമായി തീർന്നിട്ടുള്ള പല കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഈ മന്ത്രവും ഉറുക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. തൗഹീദിനെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ ഈ വിഷയം വളരെയധികം അത്യാവശ്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മന്ത്രം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ പല രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അതുപോലെയുള്ള അനാചാരങ്ങളുമാണ് മനുഷ്യരുടെ മനസ്സുകളിലേക്ക് സാധാരണയായി കയറി വരാറുള്ളത്. മന്ത്രത്തോട് പലരും സ്വീകരിക്കുന്ന സമീപനം ചിലരുടേത് വളരെ ഗുരുതരമായ സമീപനമാണ്. ഏത് മന്ത്രങ്ങളും യാതൊരു രൂപത്തിലുള്ള ഇസ്ലാമികമായ മൂല്യങ്ങളെ സംബന്ധിച്ചും പരിശോധിക്കാതെ കാണുന്നതും കേൾക്കുന്നതും എഴുതിവിട്ടതുമെല്ലാം മന്ത്രങ്ങളായി ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഒരു വശത്ത്, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പരിപാടിയേ ഇല്ല, മന്ത്രം എന്നത് തീർത്തും നിഷിദ്ധമാണ്, മന്ത്രിക്കുക എന്നുള്ളത് തനി അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും നിഷേധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വേറൊരു വശത്ത്. ഇത് രണ്ടിന്റെയും മധ്യത്തിലാണ് സത്യം നിലകൊള്ളുന്നത്. തീർത്തും നിഷിദ്ധമായ ഒരു കാര്യമല്ല മന്ത്രം. കിട്ടുന്നതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നടത്താവുന്നതുമല്ല മന്ത്രം. മന്ത്രത്തിൽ നിഷിദ്ധമായതും അനുവദനീയമായതുമെല്ലാമുണ്ട്. വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ബുദ്ധിയും യുക്തിയും. അതാണ് ഇസ്ലാമിക താൽപര്യവും. അതുകൊണ്ട് അത് സംബന്ധമായി ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നിട്ടുള്ള പ്രാർത്ഥനകൾ ഉപയോഗപ്പെടുത്തി രോഗശമനത്തെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി പറയുകയാണ്, കുന്നാ നർഖാ ഫിൽ ജാഹിലിയ്യത്തി ഫഖുൽനാ യാ റസൂലല്ലാഹ് കൈഫ തറാ ഫീ ദാലിക ഫഖാല അയ്രിദു അലയ്യ റുഖാകും ലാ ബഅസ ബിർറുഖാ മാ ലം തകുൻ ശിർകാ. റവാഹു മുസ്ലിം. ജാഹിലിയ കാലത്ത് ഞങ്ങൾ പല മന്ത്രങ്ങളും മന്ത്രിക്കാറുണ്ടായിരുന്നു. പ്രവാചകരെ, എന്താണ് അങ്ങയുടെ അഭിപ്രായം ഈ മന്ത്രത്തെ സംബന്ധിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ ബഅസ ബിർറുഖാ മാ ലം തകുൻ ശിർകാ. ശിർക്കില്ലെങ്കിൽ, ശിർക്കിന്റെ കലർപ്പുകളില്ലെങ്കിൽ ആ മന്ത്രം അനുവദനീയമാണ്, തരക്കേടില്ല, വിരോധമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മന്ത്രം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മന്ത്രം എന്ന് കേൾക്കുമ്പോഴേക്ക് കുറെ കള്ളികളും അല്ലെങ്കിൽ കുറെ പ്രത്യേകമായ വസ്തുക്കൾ തയ്യാറാക്കുകയും എന്നിട്ട് ഹോമവും ജപവും അതുപോലെ തന്നെ ഉറുക്കും നറുക്കും ഏലസും മുട്ടറുക്കലും തട്ടറുക്കലും കോഴിമുട്ടയുടെ പരിപാടിയും കരിക്കിന്റെ പരിപാടിയും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളാണ് പെട്ടെന്ന് മനുഷ്യ മനസ്സിലേക്ക് ഓടി വരിക. മന്ത്രം എന്താണെന്ന് ആദ്യം തെറ്റിദ്ധാരണ തീർത്തുകൊണ്ട് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ, അവയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള പ്രാർത്ഥനകൾ രോഗശമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇസ്ലാമിൽ അനുവദിക്കപ്പെടുന്ന മന്ത്രം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന കുറെ മന്ത്രങ്ങൾ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശുദ്ധിയോടുകൂടി അവന്റെ കിടക്കറയിൽ ചെന്നിരിക്കുകയും എന്നിട്ട് സൂറത്ത് ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന അധ്യായവും
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും 3 പ്രാവശ്യം വീതം ഓതുകയും 2 കൈകളും കൂട്ടിപ്പിടിച്ച് അതിലേക്ക് ഊതുകയും ആ കൈകൊണ്ട് തലമുതൽ ശരീരത്തിന്റെ മിക്ക ഭാഗങ്ങളിലും തടവുകയും ചെയ്യുക എന്നുള്ളത് പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടു വന്ന മന്ത്രത്തിനൊരു ഉദാഹരണമാണ്. ഇതാണ് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട മന്ത്രത്തിന്റെ ഒരു രൂപം. അതുപോലെ തന്നെ രോഗിയായി കഴിഞ്ഞാൽ പല രൂപത്തിലുള്ള പ്രാർത്ഥനകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. രാത്രിയിൽ ഈ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തുള്ള ഈ പ്രാർത്ഥന പ്രവാചകൻ അത് പതിവായി ചെയ്തിരുന്നതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് ചൊല്ലാൻ മാത്രം ആരോഗ്യം അനുവദിക്കാത്തത്ര ദയനീയമായ ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ശാരീരികമായി അസ്വാസ്ഥ്യമുണ്ടായി പ്രവാചകന്. ആ രംഗത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്: അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഫുസു അലാ നഫ്സിഹി ഫിൽ മറദിൽ ലദീ മാത ഫീഹി ബിൽ മുഅബ്ബദാതി ഫലമ്മാ തഖല കുൻതു അൻഫുസു അലൈഹിന്ന വഅംസഹു ബിയദിഹി ലിബർകതിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ദിവസങ്ങളിലും ഈ സൂറത്തുകൾ ഓതിക്കൊണ്ട് മന്ത്രിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ശരീരത്തിൽ ഊതാറുണ്ടായിരുന്നു. പ്രവാചകൻ ഒരിക്കൽ അസുഖമായി കാഠിന്യമായപ്പോൾ ഞാനാണ് പ്രവാചകന് വേണ്ടി ഈ മന്ത്രം നിർവഹിച്ചത്. എന്നിട്ട് കൈ തടവാൻ എന്റെ കൈ കൊണ്ട് തടവുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈയിന്റെ ബർക്കത്തുണ്ടായി തീരാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ കൈ കൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ ശരീരത്തിൽ തടവുകയാണ് ചെയ്തത്. ബുഖാരിയിൽ കാണാവുന്ന സഹീഹായ ഹദീസാണ്. മന്ത്രം എന്ന് കേൾക്കുമ്പോഴേക്ക് വിവരക്കേട് മൂലം നിഷേധിക്കാൻ പോകരുത്. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതിന്റെ രൂപമേതെന്ന് മനസ്സിലാക്കണം. അനനുവദനീയ ഏത്, നിഷിദ്ധമേത്, ശിർക്ക് വരുന്ന രൂപങ്ങളേത് വേർതിരിച്ച് മനസ്സിലാക്കാതെ കണ്ണടച്ചാക്ഷേപിക്കുന്നത് വിഡ്ഢിത്തമാണ്, വിവരക്കേടാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ട് തേൽവിഷം ബാധിച്ചപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിലൂടെ രോഗശമനം നേടിയതിന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യേന എന്നോണം അതല്ലെങ്കിൽ പ്രത്യേകമായ സന്ദർഭങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിപൂർണമായ വാക്യങ്ങൾ മുഖേന ഞാൻ കാവൽ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ, അവൻ പടച്ചിട്ടുള്ള മുഴുവൻ വസ്തുക്കളുടെയും തിന്മയിൽ നിന്ന്. ഇതൊരു മന്ത്രമാണ്. ഈ മന്ത്രം ഫലപ്പെടുന്നൊരു മന്ത്രമാണ്. വിശ്വാസത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് മുസ്ലിമിലെ ബാബു തിബ്ബി വൽ മർളി വർ റുഖാ എന്ന അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി പറയുകയാണ്: അന്ന ജിബ്രീൽ അലൈഹിസ്സലാം أتى النبي صلى الله عليه وسلم فقال يا محمد أشتكيت؟ فقال نعم. فقال جبريل عليه السلام بسم الله أرقيك من كل شيء يؤذيك من شر كل نفس أو عين حاسد الله يشفيك بسم الله أرقيك. رواه مسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രോഗിയായി കിടക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുകയാണ്: യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, അസ്തകൈത, നിനക്ക് ആരോഗ്യപരമായി പ്രശ്നമുണ്ടല്ലേ, അസുഖമാണല്ലേ? ഫഖാല, റസൂലുള്ളാഹി മൊഴിഞ്ഞു: നഅം, അതെ. ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അന്നേരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു: ബിസ്മില്ലാഹി, അല്ലാഹുവിന്റെ നാമത്തിൽ, അർഖീക, നിന്നെ ഞാൻ മന്ത്രിക്കുന്നു, മിൻ കുല്ലി ശൈഇൻ യുഅദീക, താങ്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ തിന്മയിൽ നിന്നും, മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ, അസൂയാലുവിന്റെ നോട്ടത്തിൽ നിന്നും അതുപോലെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും, താങ്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ താങ്കളെ ഇതാ മന്ത്രിക്കുന്നു. അല്ലാഹു യശ്ഫീക, അള്ളാഹു താങ്കൾക്ക് സുഖം നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹി അർഖീക, അള്ളാഹുവിന്റെ നാമത്തിൽ താങ്കളെ ഞാൻ മന്ത്രിക്കുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മന്ത്രിക്കുകയുണ്ടായി. ഇസ്ലാമിൽ മന്ത്രം ഈ നിലക്ക് അനുവദനീയമാണ് എന്നാണ് ഈ സ്ഥിരപ്പെട്ട തെളിവുകളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഒരാവലാദിയുമായി വരികയുണ്ടായി. അന്നഹു ശക്കാ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വജഅൻ യജ്ദുഹു ഫീ ജസദിഹി മുൻദു അസ്ലമ. തന്റെ ശരീരത്തിലുള്ള ഒരു മുറിവ് നബിയെ എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോൾ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅയദക അലല്ലദീ തഅല്ലമ മിൻ ജസദിക വഖുൽ ബിസ്മില്ലാഹി സലാസൻ വഖുൽ സബ്അ മറാത്തിൻ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. റവാഹു മുസ്ലിം. പ്രവാചകൻ പറഞ്ഞു അദ്ദേഹത്തോട്, ഉസ്മാനെ, നീ ലഅയദക, നിന്റെ കൈയിനെ വെക്കുക, അലല്ലദീ തഅല്ലമ മിൻ ജസദിക, നിന്റെ ശരീരത്തിൽ എവിടെയാണ് നിനക്ക് വേദന അനുഭവപ്പെടുന്നതെങ്കിൽ ആ സ്ഥലത്ത് നിന്റെ കൈവച്ചുകൊണ്ട് ബിസ്മില്ലാഹി എന്ന് 3 പ്രാവശ്യം പറയുകയും 7 പ്രാവശ്യം അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് പറയുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. എന്താണ് അതിന്റെ അർത്ഥം? അഊദു, ഞാൻ രക്ഷ തേടുന്നു, ബിഇസ്സത്തില്ലാഹ്, അല്ലാഹുവിന്റെ പ്രതാപം ഒന്നുകൊണ്ട്, വഖുദ്റതിഹി, അവന്റെ ശക്തി കൊണ്ടും, മിൻ ശർരി മാ അജിദു, ഞാൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ തിന്മയിൽ നിന്ന്, വഉഹാദിറു, ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവയുടെ തിന്മയിൽ നിന്ന് റബ്ബിന്റെ പ്രതാപം മുഖേന, അവന്റെ ഖുദ്റത്ത് മുഖേന ഞാനിതാ രക്ഷ ചോദിക്കുന്നു എന്ന് 7 പ്രാവശ്യം നീ പറഞ്ഞേക്ക് ഉസ്മാനെ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഉപദേശിക്കുകയുണ്ടായി എന്ന് മുസ്ലിമിൽ സഹീഹായ നിലക്ക് തന്നെ സ്ഥിരപ്പെട്ടു വന്നിരിക്കുകയാണ്. ഇതൊക്കെയും അനുവദനീയമായ മന്ത്രങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ്. അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ദഖൽതു അനാ വസാബിത് അലാ അനസ് ഇബ്നു മാലിക് ഫഖാല സാബിത് യാ അബാ ഹംസ ഇഷ്തകൈതു ഫഖാല അനസ് അലാ അർഖീക ബിറുഖിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ബലാ ഖാൽ അല്ലാഹുമ്മ റബ്ബൻ നാസ് മുദ്ഹിബൽ ബഅസി ഇശ്ഫി അൻത ശാഫി ലാ ശാഫിയ ഇല്ലാ അൻത ശിഫാഅൻ ലാ യുഗാദിറു സഖമ. റവാഹുൽ ബുഖാരി. എല്ലാം സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളാണ്. ഞാൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനും സാബിത്ത് റളിയല്ലാഹു അൻഹുവും അനസ് ഇബ്നു മാലിക് എന്ന സ്വഹാബിയുടെ അരികിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബാ ഹംസ, അല്ലയോ അനസേ, ഇഷ്തകൈതു, എനിക്ക് അസുഖമുണ്ട്, എന്താണ് നിങ്ങൾ പരിഹാരം പ്രവാചകനിൽ നിന്ന് വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഫഖാല അനസ്, അന്നേരം സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്, അലാ അർഖീക ബിറുഖിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് മന്ത്രിക്കാറുണ്ടായിരുന്ന ഒരു മന്ത്രം ഞാൻ നിനക്ക് പരിചയപ്പെടുത്തുകയാണ്, നിന്നെ ഞാൻ ആ മന്ത്രം മുഖേന മന്ത്രിക്കട്ടെയോ? ഖാല ബലാ, അങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. അന്നേരം അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ ചെയ്തിരുന്നത് പോലെയുള്ള ഒരു മന്ത്രം ഇദ്ദേഹത്തിന്റെ രോഗശമനത്തിന് വേണ്ടി മന്ത്രിക്കുകയാണ്. എന്തായിരുന്നു ആ മന്ത്രത്തിലെ പദങ്ങൾ? അല്ലാഹുമ്മ റബ്ബൻ നാസ്, അല്ലാഹുവേ, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, മുദ്ഹിബൽ ബഅസി, എല്ലാ ബുദ്ധിമുട്ടുകളെയും നീക്കിക്കളയുന്ന നാഥ, ഇശ്ഫി, നീ ശിഫ നൽകണം, അൻത ശാഫി, കാരണം നീ മാത്രമാണ് സുഖം നൽകാൻ കഴിവുള്ള ഒരേ ഒരു ശക്തി, ലാ ശാഫിയ ഇല്ലാ അൻത, നീയല്ലാതെ സുഖപ്പെടുത്തുന്നവൻ ഇല്ലേ ഇല്ല, ശിഫാഅൻ, എങ്ങനത്തെ ശമനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നോ, ലാ യുഗാദിറു സഖമ, യാതൊരു വേദനയും ബാക്കിയാകാത്ത രൂപത്തിൽ പടച്ചവനെ ഈ സഹോദരന് നീ രോഗശമനം നൽകണേ എന്ന് അനസ് റളിയല്ലാഹു അൻഹു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പഠിച്ച ഒരു മന്ത്രം അബ്ദുൽ അസീസ് റളിയല്ലാഹു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് മന്ത്രിക്കുകയാണ് എന്ന് ബുഖാരിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഇൻദൽ കർബി ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി സബ്ഇ വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. റവാഹുൽ ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാനസികമായ വിഷമമുണ്ടായാൽ
പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തോന്നിയാൽ ഉടനെ അവിടുന്ന് ഈ മന്ത്രം പറയാറുണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. മഹാനും വിവേകിയുമായ റബ്ബല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. മഹത്തായ സിംഹാസനത്തിന്റെ ഉടമസ്ഥനായ റബ്ബല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതിസ് സബ്ഇ വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. മഹത്തായ സിംഹാസനത്തിന്റെയും ഭൂമിയുടെയും ഏഴാകാശങ്ങളുടെയും റബ്ബായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായ ഒരൊറ്റ ശക്തിയുമില്ല എന്ന അർത്ഥം വരുന്ന ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമവും പ്രയാസവും കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ അങ്ങനെ പറയാറുണ്ടായിരുന്നു, അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് ബുഖാരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നിരവധി സന്ദർഭങ്ങളിലുള്ള പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് ഒരു രോഗിയെ കാണാൻ പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കേണ്ട ഒരു മന്ത്രം. രോഗിയുടെ ശരീരത്തിൽ തടവുകയും അദ്ദേഹത്തിന് വേണ്ടി മന്ത്രം മന്ത്രിക്കുകയും ചെയ്യേണ്ടതാണ്. നേരത്തെ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പഠിച്ചു കേട്ട ഒരു മന്ത്രം പറഞ്ഞില്ലേ, അതാണ് രോഗശമനത്തിന് വേണ്ടി രോഗിയെ സന്ദർശിക്കുമ്പോൾ നമ്മളും മന്ത്രിക്കേണ്ടത്. അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബൽ ബസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. ഇതൊരു അനുവദിക്കപ്പെട്ട മന്ത്രമാണ്. ഇതിലൊക്കെയും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥനകൾ, ഇവ മുഖേന മാത്രമേ ഇസ്ലാമിൽ മന്ത്രം അനുവദനീയമായിട്ടുള്ളൂ. ഇന്ന് ഓരോ രൂപത്തിലുള്ള മന്ത്രങ്ങളാണ് ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനുവദിക്കപ്പെടുന്ന മന്ത്രങ്ങൾ ഇങ്ങനെയാണ്. ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ രീതിയിലൂടെ നമുക്കത് മന്ത്രിക്കാവുന്നതാണ്. ഇന്ന് കാണുന്ന മന്ത്രങ്ങൾ ഇവയുമായി യാതൊരു ബന്ധവുമില്ലാത്തവയാണ്. ഹോമം എന്ന പേരിൽ, ജപം എന്ന പേരിൽ, മുട്ടറുക്കലുകൾ എന്ന പേരിൽ, അതുപോലെയുള്ള പല പ്രവർത്തനങ്ങളും, വീട്ടിൽ ഒരു കുഴി കുഴിച്ച് അതിൽ കുറെ തീയിട്ട് കുന്തിരിക്കവും അതുപോലെയുള്ള ഒരുപാട് സാധനങ്ങളും അതിൽ ചേർത്തുകൊണ്ട് ആകെ കൂടി പുകയിച്ചുകൊണ്ട് ഒരു ഭക്തിദായകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഹോമത്തിന്റെ ഏർപ്പാട്. അതുപോലെ തന്നെ മുട്ടറുക്കുക എന്ന് പറയുന്ന പരിപാടി, ഒരു തേങ്ങ പൊളിച്ച് അതിന്റെ മുരിയെല്ലാം വൃത്തിയായി കളഞ്ഞ് മിനുസമാകുന്ന രൂപത്തിൽ അതിന്റെ ചിരട്ടയുടെ ഭാഗത്തുള്ള എല്ലാ തൊലികളും ആരികളുമൊക്കെ നീക്കി വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ വാതിലെല്ലാം തുറന്നിട്ട് മധ്യഭാഗത്ത് ഈ തേങ്ങ വെച്ചുകൊണ്ട് ഒരൊറ്റ വെട്ട് വെട്ടി രണ്ട് ഭാഗത്തേക്കും യാതൊരു പ്രയാസവുമില്ലാതെ തേങ്ങയെ തെറിച്ചു പോകുന്ന പരിപാടിക്കാണ് മുട്ടറുക്കൽ എന്ന് പറയുന്നത്. അതൊരു ബുദ്ധിമുട്ടറുക്കലാണത്രേ. പിശാച്ചിനെ പോക്കാൻ വേണ്ടി വീടുകളിൽ ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടാക്കാറുണ്ട്. വെടിപ്പോതുകൾ അല്ലെങ്കിൽ പഴുതുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ചില സാധനങ്ങൾ ശൈത്താന്മാർക്കും ജിന്നുമാർക്കുമൊക്കെ പോക്കുവരവിനുള്ള കവാടങ്ങളാണത്രേ അത്. മുട്ടറുക്കുന്ന സമയത്ത് വീടിന്റെ വാതിലുകളൊക്കെ മലർക്കെ തുറക്കണം. കാരണം അകത്തേക്ക് കയറാൻ ജിന്നിനും ശൈത്താനും ഒക്കെ ചെറിയ വഴുത് മതി. പക്ഷേ അട്ടിപ്പറഞ്ഞേക്കുമ്പോൾ വാതിൽ കുറച്ച് വിശാലമായ വഴി തന്നെ വേണം എന്ന മട്ടിലാണ് ആളുകൾ ചെയ്തു കൂട്ടാറുള്ളത്. ഇതേപോലെയുള്ള ഒരു 100 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്. ലോഹത്തകിടുകളിൽ, ചെമ്പ് തകിടുകളിൽ എഴുതുകയും വരയും കള്ളിയും കുറിയുമൊക്കെ ഇട്ടുകൊണ്ട് മനുഷ്യനെ പേടിപ്പിക്കുകയും, അതുപോലെ തന്നെ ഏതെങ്കിലും വസ്തുവിനെ അല്ലെങ്കിൽ കോഴിയെയോ വേറെ ഏതെങ്കിലും കരിമ്പൂച്ചയെയോ ഒക്കെ അറുത്ത് അതിന്റെ രക്തം ഏതെങ്കിലും പ്രത്യേകമായ ദിക്റുകൾ എഴുതിയിട്ടുള്ള പലകകളിൽ മേൽ ഇറ്റിക്കുകയും എന്നിട്ടത് മയ്യത്ത് കഫൻ ചെയ്യും പോലെ കഫൻ ചെയ്തിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി ഏതെങ്കിലും കബറിടം കുഴിച്ചുകൊണ്ട് അതിലിട്ട് മൂടി തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോരുന്ന, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൃത്തികെട്ട മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ വെച്ച് തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോരുന്ന, ഇങ്ങനെ ഒരു 100 കൂട്ടം അന്ധവിശ്വാസങ്ങൾ പറഞ്ഞാൽ തീരില്ല. പ്രാദേശികമായ വൈചാത്യങ്ങൾ ഉണ്ടാകാമെങ്കിലും എല്ലാം പൈശാചികമാണ് എന്ന കാര്യത്തിൽ യോജിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ വിഷയത്തിൽ ഇവയെല്ലാം ഇസ്ലാം കടുത്ത ഭാഷയിൽ തന്നെ നിരോധിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് പരിചയമില്ല. അതുകൊണ്ട് ഇസ്ലാമിലെ മന്ത്രങ്ങൾ പണ്ഡിതന്മാരതിന് 3 നിർവചനമാണ് പറഞ്ഞത്. 3 ഷർത്തുകളൊത്തെങ്കിലേ ഇസ്ലാമിൽ മന്ത്രം അനുവദനീയമാവുകയുള്ളൂ. ഒന്നാമത്തെ ഷർത്ത് അൻ തകൂന ബികലാമില്ലാഹി ഔ ബിഅസ്മാഇഹി വസിഫാതിഹി. അല്ലാഹുവിന്റെ പേര് കൊണ്ടേ മന്ത്രിക്കാവൂ. അവന്റെ നാമങ്ങൾ കൊണ്ടും അവന്റെ വിശേഷണങ്ങൾ കൊണ്ടും അവന്റെ വിശുദ്ധ വാക്യങ്ങൾ മുഖേനയും മാത്രമേ മന്ത്രിക്കാവൂ. അതേപോലെ തന്നെ വബിൽ ലിസാനിൽ അറബിയ്യി,
അതുപോലെ തന്നെ അറബി ഭാഷയിലായിരിക്കണമെന്നും അർത്ഥം ഗ്രാഹ്യമാകുന്ന പദങ്ങൾ കൊണ്ടേ മന്ത്രിക്കാവൂ എന്നും ഇന്ന് അർത്ഥം മനസ്സിലാക്കാറില്ല. എന്തൊക്കെ മന്ത്രങ്ങളാ പറയാറുള്ളത്? അങ്ങോട്ട് ഉരുവിടലാണ്. എന്തെങ്കിലും തോന്നിയതുപോലെ എന്തെങ്കിലും പറയുക. അതിനർത്ഥമുണ്ടോ? ഏതെങ്കിലും ഭാഷയിൽ അതിനർത്ഥമുണ്ടോ? ചിന്തിക്കാറില്ല. കുറെ അക്ഷരങ്ങൾ, അറബിയിലുള്ള അക്ഷരങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ശബ്ദമുണ്ടാക്കി അതുകൊണ്ട് പ്രത്യേകമായ ഒരു അന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ചു, കുന്തിരിക്കവും മറ്റുമൊക്കെ പുകച്ച് ഒരു പ്രത്യേകമായ അന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ച് അതിൽ ചില മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് മനുഷ്യനെ തട്ടിപ്പിനിരയാക്കുന്ന പിശാചുക്കൾ. ആ മന്ത്രവും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ഐക്കല്ലുകൾ കണ്ടിട്ടില്ലേ? ഐക്കല്ലുകളിൽ എന്താണ് കാണാറുള്ളത്? എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത്? തുറക്കാൻ പേടിയല്ലേ പലർക്കും. ഐക്കല്ലൊന്ന് പൊളിച്ചു നോക്കിയാൽ അതിലിങ്ങനെ കുറെ കള്ളികൾ വരച്ച് കുറെ അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ആൽഫബറ്റ് പഠിപ്പിക്കുന്ന രൂപത്തിൽ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. പുള്ളിയും കുത്തുമോ ഫതഹും കസ്റുമോ ഒന്നും ഇടാത്ത രീതിയിലാണ് അങ്ങനെ ഐക്കല്ല് എഴുതാറുള്ളത്. ഒരുപാട് ഐക്കല്ലുകൾ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. എല്ലാ ഐക്കല്ലുകളിലും ഇത് തന്നെയാണ് കാര്യമുള്ളത്. വിശ്വാസം രൂഢമൂലമായിട്ടില്ലാത്ത ആളുകളുടെ അരയും കൈയും കാലുമൊക്കെ തപ്പി നോക്കിയാൽ ഇപ്പോഴും ഒരുപക്ഷേ ഉറുക്കുകളും നൂലുകളും ഒക്കെ കിടപ്പുണ്ടാകും. പല ആളുകൾക്കും ഈ നിലക്കുള്ള ഐക്കല്ലുകളൊന്ന് തുറന്നു നോക്കാൻ പേടിയാണ്. തൗഹീദ് പറയുന്ന ആളുകൾക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വാസമുള്ള ആളുകൾക്ക് പോലും ഇതൊന്ന് തുറന്നേ എന്ന് പറഞ്ഞാൽ അവന്റെയും കൈയും കാലും വിറക്കാറുണ്ട്. അങ്ങനെ വിറക്കേണ്ടതില്ല. ധൈര്യമായി തുറക്കാൻ പറ്റണം. തുറന്നാൽ കാണുന്നതൊക്കെ അല്ലാഹു അല്ലാത്തവരുടെ പേരിലുള്ള മന്ത്രങ്ങളാണ് അവയിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ നിലക്കുള്ള മന്ത്രങ്ങളെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു അപസ്മാരത്തിനുള്ള ഒരു മന്ത്രമുണ്ട് മൗലീദിന്റെ കിതാബിൽ നിന്ന് പകർത്തിയെഴുതിയ ഒരു അപസ്മാരത്തിന്റെ മന്ത്രം കേൾപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ് അവരതിലൂടെയെല്ലാം ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പറയുന്ന പരീക്ഷിച്ച് ഫലം കണ്ടത് എന്ന നിലക്ക് തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു മന്ത്രമുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? അപസ്മാര രോഗമുണ്ടായാൽ മന്ത്രിക്കാൻ പറയുന്നൊരു മന്ത്രം, ഉഖ്റുജ് മിൻ കുല്ലി സൂഇൻ മറദിൻ വഅയ്നിൻ വജിന്നിൻ വശൈത്താനിൻ വറൂഹാനിയ അജിബ് യാ ജിബ്രീൽ യാ മികായിൽ യാ ഇസ്രാഫീൽ യാ ഇസ്രായീൽ യാ തൻഗാഫീൽ യാ ലൗഹായിൽ ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മുജറബുൻ. എന്തായാലും എഴുതിയിട്ടുള്ളതെന്നറിയോ? മുജറബ് എന്ന അർത്ഥം പരീക്ഷിച്ച് ഫലം കണ്ട മന്ത്രാണ്. ഇതിൽ യാതൊരു സംശയവും വേണ്ട. പരീക്ഷിച്ച് ഫലം കിട്ടിയതാ. എന്തായാലും പറയുന്നത് ഉഖ്റുജ്, എല്ലാ തിന്മകളിൽ നിന്നും പുറത്തിറങ്ങിക്കോ, എല്ലാ രോഗവും മാറട്ടെ, എല്ലാ കണ്ണും പോകട്ടെ, എല്ലാ ജിന്നും പോട്ടെ, എല്ലാ ശൈത്താനും പോട്ടെ, എല്ലാ റുഹാനികളും ഇറങ്ങട്ടെ. അതുകൊണ്ട് ഉത്തരം തരണം. അജിബ് യാ ജിബ്രീൽ, ജിബ്രീലേ ഉത്തരം തായോ, മികായിലേ ഉത്തരം തായോ, ഇസ്രാഫീലേ ഉത്തരം തായോ, അസ്രായിലേ ഉത്തരം തായോ, തൻകാഫിയിലെ ഉത്തരം തായോ, ലൗഹായിലെ എന്ന് പിശാചുക്കളെ വേരാരും അല്ലാഹുവാലും. മലക്കുകളിൽ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന മലക്കുകളിൽ തൻകാഫിയിലില്ല, ലൗഹായിലില്ല, അസ്രായിൽ വരെ ഇസ്ലാമികമായി സ്ഥിരപ്പെടാത്തൊരു പേരാണ്. ഇബ്രീലും മീകായിലും ഇസ്രാഫീലും അല്ലാതെ അസ്രായിൽ പോലും സ്ഥിരപ്പെട്ടിട്ടില്ല. മലക്കുൽ മൗത്ത് എന്നാണ്, മരണത്തിന്റെ ദൂതൻ, മരണത്തിന്റെ മലക്ക് എന്നാണ് ഖുർആനും സുന്നത്തും പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ടിതാ അന്ധവിശ്വാസികൾ കുറെ പേരുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. തൻകാഫിയില്, ലൗഹായില്, എന്നിട്ട് അവസാനം ബിഹഖി, പടച്ചവനെ പറ്റിക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി അവസാനം വിച്ഛേദിക്കുക. ആയത്തും ഹദീസും കൊണ്ടാണ് ഞങ്ങൾ മന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആയത്തിന്റെയും ഹദീസിന്റെയും ഒക്കെ നല്ല വാക്യങ്ങളുടെയും ഒക്കെ തലയും വാലും മുറിച്ച് അതിലൊക്കെ ശൈത്താനിയത്ത് കുത്തിക്കയറ്റിക്കൊണ്ട് മന്ത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ മന്ത്രങ്ങൾ ഇസ്ലാമിൽ അനുവദനീയമായ മന്ത്രങ്ങളല്ല. അതുകൊണ്ട് തന്നെ അർത്ഥമില്ലാത്ത മന്ത്രങ്ങൾ ഇസ്ലാം നിഷിദ്ധമായി തന്നെ കാണുന്നു. ഇനിയും നോക്കൂ നിങ്ങൾ, വേറെ ചില പേരുകൾ മന്ത്രങ്ങളായിട്ട് ആളുകൾ എഴുതി വെക്കാറുണ്ട്. ബദരീങ്ങളുടെ പേരുകൾ ഫ്രെയിം ചെയ്തുകൊണ്ട് വീട്ടിൽ തൂക്കാറില്ലേ? കളികളും അതുപോലെ തന്നെ ഓളങ്ങളുമൊക്കെ വരച്ചിട്ട് അതിലിങ്ങനെ ബദരീങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഇബ്രാഹിം ബാദിഷായുടെ പേരിങ്ങനെ വെറുതെ ഫ്രെയിം ചെയ്ത് വെക്കുക. പല ഐക്കല്ലുകളും തുറന്നു നോക്കിയപ്പോ, ഏർവാടിയിൽ നിന്ന് കിട്ടുന്ന ഐക്കല്ല് തുറന്നു നോക്കിയപ്പോ അതിൽ കാണുന്നത് എന്താ? എഴുതാൻ വരെ ഈ ദല്ലാളന്മാർക്ക് സമയമില്ല, കുറിക്കാൻ വരെ ഈ മൊല്ലമാർക്ക് സമയം ചെലവഴിക്കേണ്ടതില്ല. അതുകൊണ്ട് പ്രസ്സുകാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരെത്രയോ ലേബലുകൾ ഒന്നിച്ച് പായക്കണക്കിൽ അടിച്ചുവിടുകയാണ്. അതിൽ നിന്ന് കഷ്ണം കഷ്ടമായി കട്ട് ചെയ്ത് അതൊരു ചെമ്പുരകടിലാക്കിക്കൊണ്ട് കൊടുക്കുകയാണ്. ജ്വല്ലറികളിൽ അതേപോലെ തന്നെയുള്ള വർക്ക്ഷോപ്പുകളിലുമൊക്കെ ഈ സ്വർണത്തിനും ആഭരണത്തിനും ഒന്നും ചെലവില്ലെങ്കിലും ഐക്കല്ലുകളുടെ കൂടുകൾക്ക് ഏറ്റവും കൂടുതൽ ചെലവുണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ടവരോട് നാട്ടിൽ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതൊക്കെ
ഇതൊന്ന് പൊളിക്കാൻ ധൈര്യണ്ടോ? പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിലുള്ള ഒന്ന് തുറന്നു നോക്കുമ്പോ അതിൽ കാണുന്നത് എന്താ? ഒരു സ്റ്റിക്കറാണ്. അതിൽ സീലടിച്ചിരിക്കുകയാണ്. എഴുതാൻ സമയമല്ല, പണം പിടുങ്ങണ്ടേ. അതുകൊണ്ട് അതിൽ പേര് വെച്ചിരിക്കുന്നു അന സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷാ. അതാണ് എഴുതിയിട്ടുള്ളത്, ഞാൻ സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷയാണ്. അതിങ്ങനെ ഒരു കറുത്ത ചരട് കൊണ്ട് വരിഞ്ഞു കെട്ടി ആ കടലാസ് കാണാത്ത രൂപത്തിൽ തന്നെ വരിഞ്ഞു കെട്ടി കൃത്യമായി ഭദ്രമായി കഴുത്തിലും കൈത്തണ്ടയിലും ഒക്കെ കെട്ടിയാൽ ഈ അന്ധവിശ്വാസി വിചാരിക്കുന്നത് ഇത് ഞാൻ സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷയാണ്. ആരാണ് ബാദ്ഷാ? ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിയ, കൊള്ളക്കാരെ തകർത്ത് കളഞ്ഞ, ഏത് ശത്രുവിനെയും നേരിടാനുള്ള വീര്യം ഈ ഒരു ഐക്കല്ലിനുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കെട്ടി നടക്കുന്ന മഠയന്മാർ. പൈസ മാത്രമല്ല അവരുടേത് പോയത്, ലാ ഇലാഹ ഇല്ലല്ലാഹും പോയിട്ടുണ്ട്. ഈ നിലക്കുള്ള മന്ത്രങ്ങളും ഈ നിലക്കുള്ള ഐക്കല്ലുകളും ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളല്ല.